ഒരു ഗെയിം കളിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇമ്മേഴ്സീവ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിലേക്ക് മുഴുകിയിരിക്കുകയാണ്. അതിന് 4 കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യമായിട്ട് ഇറ്റ് ഷുഡ് അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ ലേണർ. ഏത് ഗെയിം ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഫോർ എക്സാമ്പിൾ വീഡിയോ, ഗ്രാഫിക്സ് ഇതൊക്കെ വെച്ചിട്ട് ആളെ നമ്മൾ അട്രാക്ട് ചെയ്യണം. രണ്ടാമത്തേത്, ഒരു ഗെയിമിന് ഇപ്പം നമ്മളൊക്കെ ക്രിക്കറ്റ് കളിച്ചത് ഗൈഡ് ബുക്ക് വെച്ചിട്ടാണോ? അല്ല, നമ്മൾ കളിച്ച് തന്നെയാണ് പഠിച്ചത്. അതുപോലെ തന്നെ ഗെയിം കളിക്കുന്നത് നമ്മൾ കളിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരേ ആക്ടിവിറ്റി തന്നെ ആണ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തേത് ഇൻഫോർമൽ ലേണിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിച്ചത് ക്ലാസ് മുറികളുടെ 4 ചുവരുകൾക്കുള്ളിലല്ല, അതിനപ്പുറത്താണ്. കൂട്ടുകാരിൽ നിന്ന് പഠിച്ചതാണ്, തെറ്റുകളിൽ നിന്ന് പഠിച്ചതാണ്, ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്. അതുപോലെ ലേണിംഗ് ത്രൂ പ്ലേയിങ് ആണ് മൂന്നാമത്തെ ആസ്പെക്ട് ഓഫ് ഇമ്മേഴ്സീവ് ലേണിംഗ്. ആൻഡ് നാലാമത്തേത്, ഒരു കാര്യം പഠിച്ച് നമ്മുടെ മനസ്സിലത് തറവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു ഗെയിമിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മളൊരു ക്രിക്കറ്റ് ആണെങ്കിൽ, നമ്മൾ ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഈ ബാറ്റിംഗ് തന്നെയാണ് നമ്മൾ 10, 100, 1000 തവണ ചെയ്യുന്നത്. അതുപോലെ ഫുട്ബോൾ ആണെങ്കിലും ഫുട്ബോൾ ആ ബോൾ വെച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത്. റെപ്പറ്റീഷൻ. അപ്പോൾ ഈ റെപ്പറ്റീഷനാണ് നമ്മുടെ ഒരു കാര്യം ലേൺ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ലേണിംഗ് വിൽ ബി സോ ഇൻഗ്രേറ്റ്. അപ്പോൾ ഒരു ഗെയിമിഫിക്കേഷനിലൂടെ, ഇമ്മേഴ്സീവ് ലേണിങ്ങിലൂടെ സംഭവിക്കുന്നത്, നമ്മൾ ഈ ഇന്നത്തെ ലോകത്ത് സർവൈവ് ചെയ്യാൻ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് എടുക്കുകയും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ വിത്തിൻ നാനോ സെക്കൻഡ്സ് നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ടെസ്റ്റിമോണിയൽ എന്താണ്? ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നമുക്കത് ആക്ഷൻ എടുക്കാൻ പറ്റണം. അപ്പോൾ ശരിക്കും ഈ കുട്ടികൾ പഠിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരം, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം മറന്നു പോകും, ആ നെക്സ്റ്റ് മൊമെന്റ്. അതെ, പക്ഷേ ഇത് നമ്മൾ പഠിക്കുകയാണെന്നുള്ള ഒരു ഫീലിംഗും ഇല്ലാതെ, പക്ഷേ എന്നാലൊരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു. അതാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ.